ക്രംതേപ് മഹാനക്കോൺ എന്നുള്ളത് തായ്ലൻഡിൻ്റെ ഒറിജിനൽ പേരിൻ്റെ ഷോർട്ട് ഫോമാണ്. അതിൻ്റെ ഫുൾ ഫോം ഒരു പാരഗ്രാഫ് ഉണ്ട്. അത് നമ്മുടെ വാട്ടനെ പറഞ്ഞുതരും. എനിക്ക് പറയാൻ അറിയില്ല. กรุงเทพมหานครอมรรัตนโกสินทร์มหินทราอยุธยามหาดิลกพบนพรัตน์ราชธานีบุรีลมอุดม. ഇത് നടക്കൂല. നമുക്കേ ഇന്നത്തെ കാഴ്ചകൾ കണ്ടിട്ട് വരാം. ഇത് പിന്നെ കേൾക്കാം. ഇതിപ്പൊന്നും തീരൂല. ഇപ്പൊ അടിപൊളിയായി. അപ്പൊ എല്ലാവരുടെയും കൂടെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പൊ നിങ്ങള് ഹാപ്പി ആയിട്ട് ചെല്ല്. കാണാം. അങ്ങനെ അവര് പോയിട്ടോ. ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഹലോ, ഇന്ന് നമ്മൾ തായ്ലൻഡ് വിസിറ്റ് ചെയ്യുന്ന എല്ലാ സഞ്ചാരികളും നിർബന്ധമായിട്ടും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ എത്തിയിട്ടുള്ളത്. രാവിലെ നമ്മൾ താമസിച്ച സ്ഥലത്തുനിന്ന്, പട്ടായയിൽ നമ്മൾ താമസിച്ച സ്ഥലത്തുനിന്ന് പുറപ്പെട്ടിട്ട് ഏകദേശം 2.5-3 മണിക്കൂറോളം ബസ്സിലിരുന്നിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത് വരുന്നത് ബാങ്കോക്കിൻ്റെ അടുത്താണ്. ബാങ്കോക്കിൻ്റെ സിറ്റിയിലല്ല, സിറ്റിക്ക് പുറത്താണ്. ബാങ്കോക്കിൽ നമുക്ക് 2 പകലുള്ളതിൽ ആദ്യത്തെ പകലാണ് ഇന്ന്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. സഫാരി വേൾഡ്, അതായത് മറൈൻ പാർക്കും സഫാരി പാർക്കും കൂടി ഉൾപ്പെടുന്ന സഫാരി വേൾഡ് എന്ന് പറയുന്ന തായ്ലൻഡിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കേട്ടോ. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷം മലയാളികളും തമിഴന്മാരൊക്കെ തന്നെ ആയിരിക്കും. ഇന്ത്യൻസൊക്കെ ഒരുപാട് പേര് വരുന്ന സ്ഥലമാണ്. അപ്പോൾ എന്താ നമ്മളിപ്പോൾ ഇവിടെ എത്തി. ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാനുണ്ട് നമുക്ക്. ഇതിപ്പോൾ ജസ്റ്റ് അതിൻ്റെ അകത്തേക്കൊന്ന് കയറിയിട്ടുള്ളൂ. നമ്മുടെ ടീമൊക്കെ ഇവിടെ ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഗ്രൂപ്പ് ടിക്കറ്റ് ആയതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ ടിക്കറ്റ്, പേപ്പർ ടിക്കറ്റ് ഇല്ല, അതിന് പകരമാണ് ഇതാ ടോക്കൺ നമ്പർ പോലെ ഇങ്ങനെ ഓരോരുത്തർക്കും ഇവിടെ ഒട്ടിച്ച് തരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ മറൈൻ പാർക്കിൻ്റെ മുമ്പിലെത്തി. ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് മറൈൻ പാർക്കാണ്. ഓക്കെ, താങ്ക് യു. ഇവിടെ നമുക്ക് കാണാൻ പ്രധാനപ്പെട്ട 5 ഷോകളുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ഷോകളുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഷോ എന്ന് പറയുന്നത് പിന്നെ ഒറാങ്ങുട്ടാങ് ഷോ ആണ്. അത് ഇപ്പോൾ 10-15 സ്റ്റാർട്ട് ചെയ്യും. എന്താണ് ഒരു കൂട്ടിൽ കുറച്ച് അതാ കടുവക്കുട്ടികൾ. ഇവിടെ കുറേ ആമകൾ അതാ പറഞ്ഞു വിട്ടല്ലോ. ആ കടുവക്കുട്ടികൾ പൂച്ചക്കുട്ടികളെ പോലെ കൊണ്ടുപോകുന്നുണ്ട്. അകത്ത് കയറിയിട്ട് പോകുന്ന വഴിക്ക് ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ അതൊന്നും കാണാൻ നിൽക്കുന്നില്ല, കാരണം അതൊക്കെ അവിടെ തന്നെ ഉള്ള സംഭവങ്ങളാണ്. ഈ ഷോ തുടങ്ങാറായി. ഷോകൾ കാണുമ്പോൾ ഏറ്റവും മുമ്പിലിരുന്ന് കാണുകയാണ് അതിൻ്റെ ഏറ്റവും ഭംഗി. അതുകൊണ്ട് സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒറാങ്ങുട്ടാങ് ഷോൻ്റെ നടക്കുന്ന വേദിയിലേക്ക് ഓടുകയാണ് കേട്ടോ. അത് അടിപൊളിയായി. നമ്മൾ ഇന്നലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഐഷ, ഇന്നത്തെ ഈ ഷോയ്ക്ക് കറക്റ്റ് ടൈമിൽ എത്തിയില്ലെങ്കിൽ നമുക്കിത് കാണാൻ പറ്റില്ല. ഏറ്റവും നേരത്തെ എത്തിക്കഴിഞ്ഞാൽ മുമ്പിലിരിക്കാൻ പറ്റുന്നൊക്കെ. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് സീരിയസ് ആക്കി എടുത്ത് രാവിലെ നേരത്തെ തന്നെ റെഡിയായി 7 മണിക്ക് നമ്മൾ അവിടെ പുറപ്പെട്ടു. ഇപ്പോൾ ദാ ഈ ഷോ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയ ആദ്യത്തെ ഗ്രൂപ്പ് നമ്മളാണ് കണ്ടോ. ഫ്രണ്ടിൽ തന്നെ എല്ലാവർക്കും സീറ്റ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഗാലറി കംപ്ലീറ്റ് ഫുള്ളായിട്ടോ. അങ്ങനെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. മുവായ് തായ് എന്ന് പറയുന്ന ഒരു തായ്ലൻഡിൻ്റെ ഒരു ബോക്സിംഗ് പരിപാടി ഉണ്ട് കേട്ടോ. അതായത് തായ്ലൻഡിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള ഒരു ആയോധന കലയും അതുപോലെ തന്നെ ഒരു പോരാട്ട കായിക വിനോദവുമാണ് കേട്ടോ മുവായ് തായ്. അതിന് നമ്മൾ തായ് ബോക്സിംഗ് എന്നും പറയാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് പരിശീലിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇതിന് വേറൊരു പേര് പറയുന്നത് ആർട്ട് ഓഫ് 8 ലിംസ് എന്നാണ് കേട്ടോ. അതായത് 8 അവയവങ്ങളുടെ കല എന്ന് പറയും. അതായത് കിക്ക് ചെയ്യുക, പഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ കൈമുട്ടുകൊണ്ടും കാൽമുട്ടുകൊണ്ടും ഒക്കെ ഉള്ള പരിപാടികൾ. അങ്ങനെ 8 അവയവങ്ങളുടെ ഒരു പോയിന്റ് കോണ്ടാക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കലയായതുകൊണ്ട് ഇതിനെ ആർട്ട് ഓഫ് 8 ലിംസ് എന്നും പറയാറുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ബോക്സിംഗ് രീതിക്ക് തായ്ലൻഡിൻ്റെ സംസ്കാരത്തിൽ നല്ല ആഴത്തിലുള്ള പ്രാധാന്യമുണ്ട് കേട്ടോ. ഇതൊരു കായിക ഇനമായിട്ടും കായിക മത്സര ഇനമായിട്ടും അതുപോലെ തന്നെ സ്വയം പ്രതിരോധത്തിനുള്ള ഒരു മാർഗമായിട്ടും ഇവർ പരിശീലിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഈ പ്രത്യേകം പരിശീലനം നൽകിയ ഒറാങ് ഉട്ടാൻസിന് ഉപയോഗിച്ചിട്ട് ഉള്ള ഈ മുവായ് തായിയുടെ ഒരു തമാശ രൂപത്തിലുള്ള അവതരണമാണ് കേട്ടോ ഈ ഷോയുടെ ഒരു പ്രധാനപ്പെട്ട ഇനം. അതുപോലെ തന്നെ ഇവരുടെ മ്യൂസിക് ബാൻഡ്, അതുപോലെ തന്നെ നമ്മുടെ സർക്കസിലൊക്കെ കാണുന്ന ഈ കോമഡി പരിപാടികളുണ്ടാവില്ലേ, മൃഗങ്ങളെ ഉപയോഗിച്ചിട്ടുള്ള കോമഡി പരിപാടികൾ, അതുപോലത്തെ കുറച്ച് കോമഡി പരിപാടികളൊക്കെയാണ് ഈ ഒരു ഒറാങ് ഉട്ടാങ് ഷോ കേട്ടോ.
അതായത് ആദ്യമായിട്ട് കാണുമ്പോൾ ശരിക്കും നല്ലൊരു എൻ്റർടൈനിങ് പ്രോഗ്രാം തന്നെയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക്. എൻ്റെ ചുറ്റും ഇരിക്കുന്ന കുറേ കുട്ടികളൊക്കെ ആർത്ത് ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 10:40 ആയപ്പോഴത്തേക്കും ഒറാങ്ങുട്ടാങ് ഷോ ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ടോ. എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങി. ഇനി 11:45 അടുത്ത സ്പൈവാർ എന്ന് പറയുന്ന ഷോ. അത് കുറച്ച് അപ്പുറത്ത് കുറച്ച് നടന്ന് പോയിട്ടാണ്. അപ്പോൾ ആ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാനൊക്കെ ഉണ്ട്. ഇവിടെ ചില സ്ഥലത്തൊക്കെ എത്തുമ്പോൾ നമുക്ക് ശരിക്കും ഒരു കാടിനകത്ത് പെട്ടുപോയൊരു ഫീലുണ്ട് കേട്ടോ. അത്രയും ഹെവി ആയിട്ടാണ് ഇവരിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടോ നമ്മൾ ഈ പോകുന്ന വഴീൻ്റെ ഇപ്പുറത്ത് ഇങ്ങോട്ട് ഇതൊക്കെ കൂടുകളാണ്, വലിയ കൂടുകളാണ്. അതിനകത്തൊക്കെ ഓരോ ജീവികളുണ്ട്. ഇത് കണ്ടോ, ഇവർക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഈ ക്രോസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ചെറിയ ചെറിയ വഴികൾ ഉണ്ടാക്കി കൊടുത്തേക്കാണ്. കണ്ടോ, ഇതിൻ്റെ അകത്തുകൂടിയാണ് അവരങ്ങനെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ക്രോസ് ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ജീവിനെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ കൂടിയ കണ്ടിട്ടോ. അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ പേര് കപ്പിബാറ എന്നാണ്. കപ്പിബാറ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഈ ജീവിയുടെ പേര് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ തെക്കേ അമേരിക്കയിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഭാഗികമായിട്ട് ജലത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് അത്രേ. അത് പക്ഷേ സസ്യബുക്കാണ് കേട്ടോ. അത് പുല്ലൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതാ അവിടെ പുല്ല് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കണ്ടോ, അവർ ഈ കൗണ്ടറിൽ പുല്ല് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ചെറിയൊരു കെട്ട് പുല്ലിന് 100 ബാത്താണ്. 100 ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പുല്ല് ഇവർ നമുക്ക് തരും. അതായത് 250 രൂപ. എന്നിട്ട് നമുക്കിത് ഇവിടെ കൊണ്ടുപോയിട്ട് ഇവർക്ക് കൊടുക്കാം. ഈ കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ ആ കാപ്പിബാറക്ക് പുല്ല് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. കണ്ടോ. ഓക്കെ, അവിടുന്ന് ഇങ്ങനെ കുറച്ചുകൂടി നടന്ന് വന്നപ്പോൾ നമുക്ക് ജിറാഫ് ടെറസ് എന്ന സംഭവം കണ്ടിട്ടോ. ഇത് ഞാൻ മുമ്പ് വന്നപ്പോഴൊക്കെ ഇവിടെ വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായ സംഭവമാണ് ജിറാഫ് ടെറസ്. നമുക്കെന്തായാലും അത് പോയിട്ട് കാണാം. ജിറാഫ് ടെറസിന് നല്ല തിരക്കാണ് കേട്ടോ. ഏതോ സ്കൂളിൽ നിന്നുള്ള കുറേ കുഞ്ഞു കുഞ്ഞു കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഒരേ സൈസിലുള്ള കുട്ടികൾ. ഹായ്, എവിടുന്നാണ്? കഴിഞ്ഞ കുട്ടികളൊക്കെ കണ്ടോ, ഒരു പാത്രത്തിൽ കുറേശ്ശെ ക്യാരറ്റ് കൊണ്ടാട്ടോ പോണത്. അതായത് ജിറാഫിന് തീറ്റ കൊടുക്കാനാണ്. കണ്ടോ, ഇതാണ് സംഭവം. ജിറാഫ് ടെറസ് എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ ഉയർത്തിണ്ടാക്കിയിട്ട് അവിടുന്ന് നമുക്ക് ജിറാഫിനെ ഇങ്ങനെ കാണാനും ജിറാഫിനെ ഇങ്ങനെ തൊടാനും ജിറാഫിന് തീറ്റ കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. അതായത് ഇങ്ങനെ പ്ലാറ്റ്ഫോം ഉയർത്തിണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിറാഫിൻ്റെ തലേൻ്റെ ഒപ്പം എത്തണമെങ്കിൽ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ കണ്ടോ, ഇങ്ങനെ നിന്നിട്ട് ജിറാഫ് താഴത്ത് നിൽക്കുന്നു. നമുക്ക് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ജിറാഫിനെ നേരെ വൃത്തിയിൽ കാണാം, തീറ്റയൊക്കെ കൊടുക്കാം. കണ്ടോ, ഈ കുട്ടികൾ ആ ക്യാരറ്റ് ഒരു കോലിൽ കുത്തിയിട്ട്, ഒരു കമ്പിൽ കുത്തിയിട്ട് ഇങ്ങനെ ആ കുട്ടികൾ അവർക്ക് വായിലേക്ക് വെച്ച് കൊടുക്കണം. കണ്ടോ, അത് കൊള്ളാം. കുറച്ച് ജിറാഫുകൾ ഫുഡൊന്നും വാങ്ങാൻ വരാതെ അങ്ങനെ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറേ എണ്ണം എന്തേ ഈ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ക്യാരറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ടവർ അത്ര. ഏകദേശം 200-ലധികം ജിറാഫുകളുണ്ട് ഇവിടെ എന്നാണ് പറയുന്നത് കേട്ടോ. ഈ ക്യാരറ്റ് ഇങ്ങനെ വായിലേക്ക് വെച്ച് കൊടുക്കുമ്പോഴേ ജിറാഫിൻ്റെ നാക്കൊക്കെ ഈ കുട്ടികളുടെ കയ്യിലൊക്കെ തട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതിനുവേണ്ടി തന്നെ പോകുമ്പോൾ കൈ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ ഇവർ തരുന്ന ഫുഡ് ഇതാണ്, ജിറാഫിന് കൊടുക്കാനുള്ള ഫുഡ്. അതിനകത്ത് പഴം ക്യാരറ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു കോല്, ഒരു കമ്പ് ഇങ്ങനെ കുത്തിയിട്ട് തരും. ഇത് 150 ബാത്താണ്, 150 ബാത്ത്. കുട്ടികൾ എന്തായാലും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾ ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നുണ്ട് അവിടെ. അടിപൊളിയാണ്. നിങ്ങൾ ജിറാഫിനെ കാണാൻ പോയോ? അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു. ഇനി എന്താ പരിപാടി? ഇനി നമുക്ക് നെക്സ്റ്റ് ഇവിടുത്തെ ഷോയിലേക്കാണ് നമ്മൾ പോകുന്നത്. പോണ വഴിക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മൃഗങ്ങൾ ഫീഡ് ചെയ്യണമൊക്കെ കാണാം. സ്പൈവാർ എന്ന് പറയുന്ന ഷോ കാണാൻ പോകുന്ന വഴിക്ക് കണ്ടാണ് കേട്ടോ. ഒരു കൂട്ടിൽ ഉണ്ടാവും, റെസ്റ്റ് എടുക്കുകയാണ്. ഇവിടെ ഒരാളുണ്ട്, ഇതേ മുകളിലൊരാളുണ്ട്. നമ്മളെ കണ്ണം തെറ്റിയപ്പോഴത്തേക്കും വാട്ട് പുതിയ ഗേൾ ഫ്രണ്ടിനെ കണ്ടുപിടിച്ചു. ഹസീന. Your girlfriend? Actually, how many girlfriends you have? Right now I have one wife, 5 girlfriends. 5 girlfriends, 1 wife. I need one more. No? 1 week 7 day. I need one more. Don't serve with me. ഒരു വൈഫ് ഉണ്ട്, 5 ഗേൾഫ്രണ്ട് ഉണ്ട്. ഇനി ഒരു ഗേൾഫ്രണ്ട് കൂടി വേണത്ര. കാരണം ഒരാഴ്ച 7 ദിവസമാണല്ലോ. 5 girlfriends. I need one more. Okay. I want to same thing every day. Okay, bye. ഇപ്പോൾ അങ്ങനെ നടന്ന് വരുമ്പോൾ കണ്ടോ, ഇവിടെ ഒരു വാർ ടാങ്ക് ഇരിക്കുന്നുണ്ട്. ഒരു മിലിറ്ററിക്കാരൻ യുദ്ധം ചെയ്യുന്നതിൻ്റെ ഒരു സ്കൾപ്ചറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ഇവിടെയാണ് നമ്മൾ അടുത്ത ഷോ കാണാൻ പോകുന്നത് കേട്ടോ, സ്പൈവാർ. ഇതാ ഇപ്പോൾ കുറേ കുട്ടികളൊക്കെ ആ ഷോ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സ്പൈവാർ ഷോ തുടങ്ങാൻ എന്തായാലും കുറച്ച് സമയമുണ്ട് കേട്ടോ, ഒരു 20-25 മിനിറ്റ് ബാക്കിയുണ്ട്. മുമ്പ് ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ വേറെ ആളെ കാണാനുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ആരാളുള്ളതെന്നുള്ളത് കേട്ടോ. അതായത് കങ്കാരുകളാണ്, കങ്കാരുക്കൾ. ഇവരിങ്ങനെ ചാടി ചാടി പോയിട്ടാണ് മണ്ണൊക്കെ ആകെ ഇങ്ങനെ കണ്ടോ തെറിച്ച് പോകുന്നുണ്ടോ. ഇടക്കിടക്ക് വീഴുന്നൊക്കെ ഉണ്ടല്ലോ. ഹായ്. ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട് കേട്ടോ. ഈ കൗണ്ടറിൽ നിന്ന് നമുക്ക് ഈ കങ്കാരുവിന് കൊടുക്കാനുള്ള ഫുഡ് വാങ്ങിക്കാൻ പറ്റും. അത് 2 ഐറ്റം ഉണ്ടാവും. VIP പാക്കേജ് 300 ബാത്ത്, പിന്നെ സ്റ്റാൻഡേർഡ് പാക്കേജ് 100 ബാത്ത്. അപ്പോൾ ആ ഫുഡ് വാങ്ങിച്ചിട്ട് ഇതാ, അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കിടക്കാം. എന്നിട്ട് ഇതാ ഈ ആൾക്കാർ കണ്ടോ കങ്കാരുവിന് ഫീഡ് ചെയ്യുന്നതാണ്. ഇത് ഇവരുടെ ഒരു പ്രധാന വരുമാന മാർഗ്ഗം കേട്ടോ. വരുമാനം കിട്ടും, അതുപോലെ ഈ ജീവികളുടെയൊക്കെ ഭക്ഷണകാര്യം ഇങ്ങനെ നടന്നു പോകുമല്ലോ. കണ്ടോ ഇതിൻ്റെ സെഞ്ചിക്കകത്ത് ഒരു കുട്ടി ഉണ്ട് തോന്നുന്നു. സെഞ്ചി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതുണ്ടോ. അത് ഇങ്ങോട്ടെങ്ങാനും വരികയാണെങ്കിൽ നേരെ കാണാം, അല്ലെങ്കിൽ കാണാൻ പറ്റും. സ്പൈവാർ ഷോൻ്റെ സമയമായിട്ടോ. നിറയെ ആൾക്കാർ ഇങ്ങനെ ഒഴുകുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക്. എനിക്കൊരു മൂഡില്ല പോകണം. ഇന്നലെ പട്ടായല്ലേ അറിയാലോ, നൈറ്റ് ലൈഫിൻ്റെ സ്വർഗ്ഗഭൂമിയാണല്ലോ. നമ്മളപ്പോൾ ഇങ്ങനെ നേരം വിളിക്കണം അതിലൊക്കെ നടന്നിട്ട് ഉറങ്ങിയില്ല തീരെ. അപ്പോൾ ഭയങ്കര ഉറക്കം വരുന്നുണ്ട് എനിക്ക്. എന്തായാലും പോയി നോക്കാം. അതിൻ്റെ തുടങ്ങുന്ന സമയമായപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കാൻ തോന്നിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് എൻട്രി ചെയ്ത് നോക്കാം കേട്ടോ. ഒരുപാട് ആൾക്കാരോട് പോയിട്ടുണ്ട് കേട്ടോ. സീറ്റൊക്കെ ചിലപ്പോൾ ഫുള്ളായിട്ടുണ്ടാവും. ഇതാണ് തോന്നുന്നു കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ ഷോ നടക്കുന്ന സ്ഥലം. കാരണം കണ്ടോ ഈ ഷോ നടക്കുന്ന ഈ ഏരിയയിൽ അത്രയും വിശാലമായിട്ട് ഏരിയ കേട്ടോ. ഷോ നടക്കുന്ന വേദിയാണ് ഈ കാണുന്നത്, ഇത്രയും ഏരിയ കണ്ടോ. പിന്നെ കണ്ടോ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്റ്റേഡിയം പോലത്തെ ഏരിയ കണ്ടോ. എത്ര നോക്കിയാൽ അതൊക്കെ ഏകദേശം ഫുള്ളാണ് കേട്ടോ. ആ ഭാഗത്ത് മാത്രം കുറച്ച് സീറ്റ് കാണാനുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഷോ ആരംഭിച്ചിട്ടോ, സ്പൈവാർ ഷോ. ഈ പേര് കേട്ടപ്പോഴൊന്നും എന്താണ് ഈ ഷോ എന്ന് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല കേട്ടോ. മുമ്പ് പല പ്രാവശ്യം വന്നപ്പോഴൊന്നും ഞാൻ ഈ ഷോ കാണാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. ഈ പേര് കേട്ടപ്പോൾ ഒരു കാര്യമായ താല്പര്യം തോന്നിയില്ല, അതുകൊണ്ട് തന്നെ ആയിരുന്നു. എന്നാൽ ഇപ്പോഴാണ് കേട്ടോ ഈ ഷോ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇത് ഇത്രയും വലിയ സംഭവമായിരുന്നു എന്ന് മനസ്സിലാകുന്നത് കേട്ടോ. ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഈ ഷോയെക്കുറിച്ചിട്ട് നിങ്ങളോട് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതെന്ന് അറിയില്ല കേട്ടോ. ഈ കാണുന്ന സംഭവം കണ്ടോ, ഇതിപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര ഫീൽ കിട്ടില്ല, പക്ഷേ ഡയറക്റ്റ് കാണുമ്പോൾ ഒരു രക്ഷയില്ല. അജാതി എക്സിക്യൂഷനാണ് കേട്ടോ. അതായത് ഒരു ആക്ഷൻ പാക്ക്ഡ് സിനിമ സ്ക്രീനിലല്ലാതെ നമ്മുടെ തൊട്ട് മുമ്പിൽ നേരിട്ട് നമ്മളിങ്ങനെ കാണുന്നതിൻ്റെ ഒരു ഫീല് അടിപൊളിയാണ്. ശരിക്കും ചില സംഭവങ്ങളൊക്കെ അത് എങ്ങനെയാണ് ഇവർ ആക്കിയെടുത്തതെന്നുള്ളത് നമ്മൾ ഞെട്ടിപ്പോയിട്ടോ. അതായത് ശത്രുക്കളുടെ ആക്രമണത്തിന് ഈ സ്പൈ ഗേൾസിനെയൊക്കെ ഉപയോഗിച്ചിട്ട് ചെറുക്കുന്നതും
അവരെ പരാജയപ്പെടുത്തുന്നതൊക്കെ ആയിട്ടുള്ളൊരു കഥയാണ്. കഥ കൃത്യമായിട്ട് മനസ്സിലായിട്ടൊന്നുമില്ല, പക്ഷേ കഥയൊന്നും മനസ്സിലാവണ്ട, നമുക്ക് ഈ കാഴ്ച തന്നെ ധാരാളമാണ് കേട്ടോ. വെടിവെപ്പും ബോംബേറും വെള്ളത്തിൽ കൂടിയുള്ള വന്നിട്ടുള്ള ആക്രമണവും ഹെലികോപ്റ്റർ ബോംബിട്ട് തകർക്കുന്നതും എന്തൊക്കെയോ കാണുന്നത് വെച്ചിട്ടാ. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ഫൈറ്റ് ഉണ്ട്. ഈ വെള്ളത്തിൽ കൂടി വന്നിട്ട് ആ ജെറ്റ് സ്കീ കൊണ്ട് വരില്ലേ, അത് ഭയങ്കര സംഭവമായിട്ട്. അതായത് അത് ആൾക്കാർ പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നമ്മൾ പിന്നീടാണ് കാണുന്നത് അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഇരിക്കുന്ന ആളുകളിൽ, കാണികളിൽ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ആദ്യത്തെ 5 or 6 വരിയുള്ള ആളുകൾ നനയാനുള്ള സാധ്യത ഉണ്ടെന്ന് അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ആൾക്കാർ അപ്പം ശ്രദ്ധിക്കില്ല. ഈ ജെറ്റ് സ്കീ വന്ന സമയത്താണ് അവർ മനഃപൂർവ്വം വെള്ളം പുറത്തേക്ക് തെറിപ്പിക്കുന്നുണ്ട്. ഈ 5-6 വരിയിൽ നിൽക്കുന്ന ആൾക്കാർ ശരിക്കും കുളിച്ച് പോകുന്നുണ്ട് കേട്ടോ. വെള്ളം മൊത്തം ശരീരത്തിലാവുന്നുണ്ട്. അവർ അവിടെ നിന്ന് എണീറ്റ് ഓടിപ്പോകുന്നൊക്കെ ഉണ്ട്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൺമുമ്പിൽ ഒരു ആക്ഷൻ സിനിമ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷോ കഴിഞ്ഞു കേട്ടോ. അതായത് ഒരുപാട് സമയമുള്ള ഒരു ഷോയിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ. ഈ ഷോ ശരിക്കും ഇവിടെ വന്നിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് കേട്ടോ. അങ്ങനെ ബോംബേറിൽ തെറിച്ചു പോയ ഡ്രമ്മൊക്കെ ഓരോരുത്തർ വന്ന് പെറുക്കി എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചിലരൊക്കെ വന്നിട്ട് ഇങ്ങനെ ടാറ്റൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ എല്ലാവരും പോകുന്ന വഴിക്ക് ഇതിലത്തെ അഭിനേതാക്കളൊക്കെ നിന്നിട്ട് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും 100% സംതൃപ്തി നൽകിയ ഒരു ഷോ എന്ന് വേണമെങ്കിൽ പറയാം സ്പൈ വാർ ഷോ. എന്തൊക്കെയായാലും ആ ഷോ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ഈ കുട്ടികൾക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇവിടെ വലിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അതായത് ഈ പാക്കേജിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ലഞ്ചും കൂടിയും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതും കഴിച്ചിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യണ്ട ബാക്കിയുള്ള ആൾക്കാർ വരാൻ വേണ്ടിയിട്ട്. ലഞ്ചിന് ശേഷം കുറച്ച് സമയം കൂടി അതിലങ്ങനെ കറങ്ങി നടന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇനി പോകുന്നത് ഡോൾഫിൻ ഷോ കാണാനാണ് കേട്ടോ. ഡോൾഫിൻ ഷോ പല സ്ഥലത്തുനിന്നും പല രീതിയിലും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് വീണ്ടും വീണ്ടും കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കാരണം അവയെ കൊണ്ട് ഓരോരോ അഭ്യാസങ്ങൾ കാണിപ്പിക്കുന്നത് കാണുമ്പോൾ ശരിക്കും നമുക്ക് അത്ഭുതം തോന്നും കേട്ടോ. എങ്ങനെയാണ് ഇവരിതിനെ ട്രെയിൻ ചെയ്തെടുത്തത് എന്നുള്ളതാണ് കേട്ടോ ഓരോ മൊമെൻറ്റിലും ഓരോ ഐറ്റം കാണുമ്പോഴും എൻ്റെ മനസ്സിൽ വരിക. ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഓരോരോ കാര്യങ്ങളാണ് ഈ ഡോൾഫിനെ കൊണ്ട് ഈ ട്രെയിനർമാർ പഠിപ്പിച്ച് വെച്ചിട്ട് നമ്മളെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുന്നത്. എന്തായാലും നമ്മൾ ഗാലറിയിൽ കയറിയിരുന്നു. അപ്പോഴത്തേക്കും ശരിക്കും നല്ല ചൂടായിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ വിഷറികൾ വാങ്ങുന്നുണ്ട്. അതുപോലെ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ചെറിയ ഫാനൊക്കെ കച്ചവടക്കാർ കുറേ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ വെച്ച ഫാനിൽ നിന്നും ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്തിട്ട് മാക്സിമം അന്തരീക്ഷത്തിൽ തണുപ്പുണ്ടാക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഷോ തുടങ്ങി. ശരിക്കും കണ്ടിരുന്ന നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള അഭ്യാസങ്ങളാണ് കേട്ടോ ഡോൾഫിൻസ് ഇവിടെ കാഴ്ചവെക്കുന്നത്. ഡോൾഫിൻസിൻ്റെ ഉയർന്ന ബുദ്ധിശക്തി, അതുപോലെ തന്നെ നാവിഗേറ്റ് ചെയ്യാൻ എക്കോലൊക്കേഷൻ ഉപയോഗിക്കാനുള്ള സെൻസറി കഴിവ്, അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള അവയുടെ സോഷ്യൽ നേച്ചർ, അതേപോലെ ക്യൂരിയസ് ആയിട്ടുള്ള നേച്ചർ, എന്ത് കാര്യവും പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ്, നല്ല ലോങ് ടേം മെമ്മറി, പിന്നെ പല രീതിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് ഈ ഡോൾഫിൻസിനെ കൊണ്ട് പല തരത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള അഭ്യാസങ്ങൾ പോലും ഇവർക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓരോ പെർഫോമൻസും കഴിയുമ്പോൾ നേരെ പോയിട്ട് ട്രെയിനേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അതിനുള്ള കൂലി വാങ്ങാൻ ഡോൾഫിൻസ് ഒന്നും മറക്കുന്നില്ല കേട്ടോ. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം എന്തോ ഒരു മീൻ, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടാണ് കേട്ടോ അവയെ കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഡോൾഫിൻസിൻ്റെ എങ്ങനെയുള്ള പ്രത്യേകതകളെ കുറിച്ചിട്ട് നമ്മൾ ലക്ഷദ്വീപിൽ നിന്ന് കടലിൽ മീൻ പിടിക്കാൻ പോയപ്പോൾ ഡോൾഫിൻസിനെ കണ്ട ഒരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതിന് ലിങ്ക് ഞാൻ താഴത്ത് വെക്കാം, ആവശ്യമുള്ളവർക്ക് അതെടുത്തിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് അടിപൊളി പെർഫോമൻസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ ഡോൾഫിൻസിൻ്റെ പുറത്ത് ഈ ട്രെയിനേഴ്സ് കയറി ഇരുന്നിട്ട് ഇങ്ങനെ ആ വെള്ളത്തിൽ കൂടി ഇങ്ങനെ ടാറ്റ പറഞ്ഞ് നീന്തിപ്പോയി. അതിന് ശേഷം നമ്മുടെ മുമ്പിലെ പ്ലാറ്റ്ഫോമിലേക്ക് 2 ഡോൾഫിൻസും 2 ട്രെയിനേഴ്സും കൂടി ഇങ്ങോട്ട് കയറി നിന്ന് ടാറ്റ പറയുന്നതോടുകൂടി ഈ ഡോൾഫിൻ ഷോ, ഈ അടിപൊളി ഡോൾഫിൻ ഷോ അവസാനിച്ചു. ഡോൾഫിൻ ഷോ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിട്ടോ. നേരത്തെ കണ്ട ആ ഒരു സ്പൈവാർ ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡോൾഫിൻ ഷോ ആണ് കേട്ടോ. എന്നാൽ ഇത് പഠിപ്പിച്ചെടുക്കുന്നത് ഒരു വലിയ ടാസ്ക് ആയിരിക്കും അല്ലേ. അതെങ്ങനെയാണെന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ രസമായിരുന്നു അല്ലേ. ഇനി ഒരു ഷോ കൂടി ഉണ്ട്, അങ്ങോട്ട് എല്ലാവരും നടന്ന് പോവാണ് കേട്ടോ. ആ പോകുന്ന വഴിക്ക് ഇവിടെ കുളമുണ്ട്. ഇതിനകത്ത് മുതലകളാണ് കേട്ടോ. മുതലകൾ കണ്ടോ അവിടെ ഒരെണ്ണം കിടക്കുന്ന 2 ആളവിടെ കിടക്കുന്നുണ്ട്. ദേ ഒരാൾ കണ്ടോ ഇവിടെ ഇങ്ങനെ തലയിട്ട് നിൽക്കുന്നത്. സീ ലയൺ ഷോ ആണ് കേട്ടോ. അടുത്തൊരു ഷോ സീ ലയൺ ഷോ ആണ്. അത് ഞാൻ മുമ്പ് 2 പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഡോൾഫിൻ ഷോയിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഡോൾഫിൻ ഷോൻ്റെ അത്ര നല്ലതുമായിട്ടും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ നല്ല ക്ഷീണമുണ്ട് കേട്ടോ. എനിക്ക് വയ്യാണ്ടായിരിക്കുന്നു. എല്ലാവർക്കും ഒരുവിധം വയ്യാണ്ടായിരിക്കണം. നടന്നിട്ടും വെയിലും ആ ഡോൾഫിൻ ഷോൻ്റെ സമയത്ത് ഭയങ്കര ചൂടും അവിടെ ഒരു ആവിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ റെസ്റ്റ് എടുത്തു, കുറച്ച് പേര് കേട്ടോ. ഇപ്പോൾ ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ ശരിക്കും നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ അപ്പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് പലതരത്തിലുള്ള മൃഗങ്ങളും പക്ഷികളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളത് എല്ലാതൊന്നും കാണാൻ നിന്നിട്ടില്ല. എന്തായാലും നമുക്ക് പുറത്തൊരു സഫാരി ഉണ്ടല്ലോ, പറഞ്ഞിരുന്നു ഞാൻ തുടക്കത്തിൽ. നമ്മുടെ ബസ്സിൽ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളം സമയം ഒരു വഴിക്കിങ്ങനെ പോകുന്നുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് നമുക്ക് നിറയെ പലതരത്തിലുള്ള മൃഗങ്ങളൊക്കെ കാണാനുള്ള അവസരം അതിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്തുള്ള മൃഗങ്ങളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനൊന്നും പോയിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഉണ്ട്. ഇതാ അഡ്വഞ്ചർ ഐലൻഡ്, അതെന്താ സംഭവമാണ്. സഫാരി സ്റ്റേഷൻ. ഇത് നടക്കുവാണെങ്കിൽ ഒരുപാട് നടക്കാനുണ്ട്, പക്ഷേ നമുക്ക് വയ്യാണ്ടാവും, ക്ഷീണിക്കും. അപ്പോൾ ഇനി നേരെ മെയിൻ എക്സിറ്റിലൂടെ പുറത്ത് കടന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സഫാരിക്ക് പോവാണ്. അത് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇനി നമ്മളെ സഫാരി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഈ 2 സൈഡും യൂസ് ചെയ്യാം. 2 സ്ഥലത്തും മൃഗങ്ങൾ ഉണ്ടാവും. നമ്മളിപ്പോ മറൈൻ പാർക്കിൽ നിന്ന് ഇറങ്ങി. അതായത് ഈ സഫാരി വേൾഡ് 2 പാർട്ടായിട്ടാണ്, മറൈൻ പാർക്കും സഫാരി പാർക്കും കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇറങ്ങി ഇനി നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് മൃഗങ്ങൾ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിലേതുപോലെ ജീവിക്കുന്ന ഒരു ഏരിയയിലൂടെ നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റും. ഏകദേശം ഒരു 1 അവർ ഡ്രൈവ് ഉണ്ട് അല്ലേ. 1 മണിക്കൂർ സമയം എടുക്കും. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ആ ഭാഗത്തേക്ക് എൻട്രി ചെയ്തിട്ടോ നമുക്കിനി ഇങ്ങനെ പല തരത്തിലുള്ള മൃഗങ്ങളെ കാണാൻ പറ്റും. നമ്മള് ജിറാഫിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോയില്ലേ, ആ സ്ഥലമാണ് കേട്ടോ ഇത്. ആ വഴിക്കാണ് നമ്മൾ. ഓ ഓക്കെ. ഇപ്പോഴാണ് ഭൂമിശാസ്ത്രം മനസ്സിലായത്. നമ്മൾ അവിടെ നിന്നിട്ടാണ് ജിറാഫിനെ കണ്ടത് കേട്ടോ, ആ ഒരു ബിൽഡിങ്ങിൽ. ആ ശരി, ആ സമയത്തിൽ ഇങ്ങനെ വണ്ടികൾ പോകുന്നത് കണ്ടായിരുന്നു. ഈ റോഡ് സൈഡിലൊക്കെ കണ്ടോ പലതരത്തിലുള്ള പക്ഷികളൊക്കെ നിൽക്കുന്നത്, വലിയ ഓരോരോ പക്ഷികളൊക്കെ കേട്ടോ. ഇതെന്താ ശരീരം കാറ്റ് വിളിക്കുക. റൈറ്റ് സൈഡിൽ സീബ്രകൾ ഉണ്ട് കേട്ടോ. സീബ്രകൾ ഞാൻ 2 ഭാഗത്തെയും അനിമൽസിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ബസ്സിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് കേട്ടോ. ഇതുണ്ടോ വൈറ്റ് റൈനോ കേട്ടോ, വൈറ്റ് റൈനോസ് ഉണ്ട് ഇവിടെ നിൽക്കുന്നത്. കണ്ടോ, ഈ ബസ് ഒന്ന് മാറ്റി വെക്കൂടാ. ഓ ഇത് വേറൊരു വെറൈറ്റി മാനാണ്. പശുവിന്റെ മുഖമാണേ, പക്ഷെ കൊമ്പൊക്കെ കണ്ടോ. ഞാൻ ഈ ചെറിയ ഗ്ലാസ് തുറന്നിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ബ്രോ ഇത് അടക്കാൻ പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഒരു കവാടം കിടക്കുവാണ്. എനിക്ക് തോന്നുന്നത് കുറച്ച് വന്യമൃഗങ്ങളുള്ള ഏരിയയിലേക്ക് നമ്മൾ കിടക്കായിരിക്കും എന്നാണ്. കണ്ടോ ഇവിടെയുണ്ട്, സ്റ്റേ ഇൻ യുവർ കാർ, പുറത്തിറങ്ങരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. സിംഹം എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. സിംഹം എവിടെ? ഇവിടെ സിംഹങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. ഒരാളല്ല, അതിന്റെ അപ്പുറത്ത് വേറെ ഉണ്ട്. എണീക്കുന്നു. അമ്പോ, ഇവിടെ കുറെ സിംഹങ്ങളുണ്ട് കേട്ടോ. പാറന്റെ മുകളിൽ കുറെ സിംഹങ്ങളുണ്ട്. സിംഹം കഴിഞ്ഞു കേട്ടോ. അവിടെ കുറെ ഉണ്ടാവും. നമ്മൾ റോഡ് സൈഡിൽ കണ്ടത് അത്രേ ഉള്ളൂ. ഇനി ബംഗാൾ ടൈഗർ ആണ് അത്ര.
ഇവരിങ്ങനെ ഈ പറഞ്ഞ സ്ഥലത്ത് ബോർഡ് എഴുതി വെച്ച സ്ഥലത്ത് തന്നെ വന്നിരിക്കുള്ളൂ, അപ്പുറത്തേക്ക് പോവില്ല. ആ യെസ് യെസ്, നമ്മൾ കടുവയുടെ ഭാഗത്ത് എത്തിട്ടോ, കടുവകളുടെ ഭാഗത്ത് എത്തിയതാ. കടുവ കൊറേ ഉണ്ട് കേട്ടോ. നടക്കുന്നു 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 നടക്കുന്നു. ആഹാ, ഒന്ന് അടുത്തേക്ക് വാടോ. ബംഗാൾ കടുവ കുറച്ചുകൂടി ദൂരം വന്നപ്പോൾ നമ്മൾ പിന്നെ ബംഗാൾ കടുവകളുടെ ഏരിയയിലാണ് കേട്ടോ. അതാ അവിടെ കുറെ എണ്ണം കിടക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് അടുത്തൊരെണ്ണുണ്ട് ബംഗാൾ കടുവ. കരടി കരടി സ്ലോ 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 സ്ലോ. ഹിമാലയൻ ബ്ലാക്ക് ബെയർ കണ്ടോ കണ്ടോ ഈ മരത്തിന്റെ ഇടയിൽ നിൽക്കും. അങ്ങനെ കരടിയോടുകൂടി ഏറെക്കുറെ അവസാനിച്ചു എന്നാണ് കേട്ടോ തോന്നുന്നത്. അവസാനിച്ചിട്ടുണ്ടാവും. Right now finish Safari World about 40-45 minutes. Check in the hotel. അങ്ങനെ സഫാരി കഴിഞ്ഞതിന് ശേഷം നേരെ റൂമിലേക്ക് പോയിട്ടോ. ബാങ്കോക്കിലെ അൽമാസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് ഈ പാക്കേജിലെ ഗസ്റ്റുകൾക്ക് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ രാത്രി എല്ലാവരും കൂടി ഒന്ന് സ്ട്രീറ്റിലേക്കൊക്കെ ഇറങ്ങിയിട്ട് ഒരുമിച്ച് കുറച്ച് നേരം നടന്നതിന് ശേഷം വീണ്ടും റൂമിലെത്തിയിട്ട് കിടന്നുറങ്ങി. ഇപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 11 മണിയായി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് സിറ്റി ടൂറിന്. ഇന്ന് ഈ പാക്കേജിലെ അവസാനത്തെ ദിവസമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഗോൾഡൻ ബുദ്ധ ടെമ്പിളിൻ്റെ അവിടെയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ അകത്തേക്കൊന്നും പോകുന്നില്ല. ബാങ്കോക്കിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, ലോകത്തിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട വലിയ സിറ്റികളിൽ ഒന്നാണ് ബാങ്കോക്ക്. ഏകദേശം 8 മില്യൺ ജനങ്ങൾ ഈ സിറ്റിക്കകത്തിനെ താമസിക്കുന്നുണ്ട്. ഈ ഗ്രേറ്റർ മെട്രോപൊളിറ്റൻ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 14 മില്യണോളം ആൾക്കാർ താമസിക്കുന്ന തായ്ലൻഡിലെ മോസ്റ്റ് പോപ്പുലേറ്റഡ് സിറ്റി ആണ് ബാങ്കോക്ക്. തായ്ലൻഡിൻ്റെ ക്യാപിറ്റലും ബാങ്കോക്കാണ്. ബാങ്കോക്കിൻ്റെ യഥാർത്ഥ പേരെന്താ വെച്ച് കഴിഞ്ഞാൽ ക്രം തേപ് മഹാനക്കോൺ എന്നാണ് കേട്ടോ. ക്രം തേപ് മഹാനക്കോൺ എന്നുള്ളത് തായ്ലൻഡിൻ്റെ ഒറിജിനൽ പേരിൻ്റെ ഷോർട്ട് ഫോമാണ്. അതിൻ്റെ ഫുൾ ഫോം ഒരു പാരഗ്രാഫ് ഉണ്ട്. അത് നമ്മുടെ വാട്ടനെ പറഞ്ഞുതരും, എനിക്ക് പറയാൻ അറിയില്ല. Kungthep Mahanakhon Amon Latana Kusin Mahinthala Ayuthaya Mahadilok Hop Nopalat Rachthani Buri Lom Udom Rachanivet Amon Amhasathan Amon Viman Amatan Sathit. കഴിഞ്ഞോ? Yes. ഇതാണ് ബാങ്കോക്കിൻ്റെ ഒറിജിനൽ സെറിമോണിയൽ നെയിം കേട്ടോ. അപ്പോൾ ഈ പേര് ഇത്രയും ലോങ് ആയിട്ടുള്ള പേരല്ലേ, അത് സിറ്റികളുടെ പേരുകളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ പേര് എന്ന രീതിയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്ന പേരാണ് കേട്ടോ. ബാങ്കോക്കാണല്ലേ പറയാൻ രസം, ഈസി അത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ബാങ്കോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ തന്നെ ഫിനാൻഷ്യൽ കൊമേഴ്ഷ്യൽ ബിസിനസ് ഹബ്ബ് കൂടിയാണ് കേട്ടോ. പിന്നെ ടൂറിസത്തിൻ്റെ കാര്യം പറയാൻ വേണ്ട, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന സിറ്റികളിൽ ഒന്നും കൂടിയാണ്. ഓവർ 10 മില്യൺ പീപ്പിൾസൊക്കെ ഒരു കൊല്ലം ഈ ബാങ്കോക്ക് വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പറയാനുണ്ട് ബാങ്കോക്കിനെ കുറിച്ചിട്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള ഗോൾഡൻ ബുദ്ധ ടെമ്പിളിൻ്റെ മുമ്പിലാണ്. ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. ഞാൻ എന്തായാലും കുറച്ച് ദിവസങ്ങൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ പിന്നീടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിന് മുമ്പിൽ നല്ല വൈബാണ് കേട്ടോ. ഇന്ന് ഒന്നാമത് നല്ല രസമുള്ളൊരു ക്ലൈമറ്റാണ്, വെയിലില്ല, പക്ഷേ മഴ പെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇതിന് മുന്നിൽ നല്ല വൈബുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ആയിട്ട് ഇവിടെ ഒരു കട ഉണ്ടായിരുന്നു. ആ കട കാണിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നത്. പക്ഷേ ആ കടക്കാരൻ ഇവിടുന്ന് പോയി. പോലീസ് വന്ന് ഒഴിവാക്കിയതാണെന്ന് അറിയില്ല. ഇവിടെ ഇപ്പോൾ കാണാനില്ല. ഇവിടെ വേറെ സംഭവം കണ്ടാൽ എന്താ അറിയോ, ഇവിടെ നോക്കി ഈ കോർണറിൽ ഒരിക്കലും ചാൻസ് ഇല്ലാത്തൊരു സംഭവം, കുറച്ച് വാഴ, ഒരു 5-8 വാഴ നിൽക്കുന്നുണ്ട്. ഈ വാഴയിലുള്ളൊരു വാഴേൻ്റെ കൊല കണ്ടോ, വാഴേൻ്റെ കൊല ഒരു ചെയറിൽ ഇരിക്കുന്നുണ്ട് കണ്ടോ. ഇത്രയും നീളമുണ്ട്. സംഗതി ഇതാ ഇവിടുന്ന് തുടങ്ങിയതാണ് കേട്ടോ വാഴക്കൊല. ഇങ്ങനെ വന്ന് 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 ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ ചെയറിൽ ഇങ്ങനെ ഇരിക്കുന്നു കണ്ടോ, ഒരു പാമ്പ് പോലെ ഉണ്ട്. 100 ബഞ്ച് ബനാനാന്നോ അങ്ങനെ എന്തോ ഒരു പേരുണ്ട് ഇതിന്. 100 ബഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ പടല, 100-ന് മുകളിൽ പടല ഉണ്ടാവത്ര ഒരു കൊലയിൽ. ഇത് ചെറുതാണ്, ഇത് വലുതായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പുറത്ത് ഉണങ്ങാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള 2-3 വാഴക്കൊലയും കൂടി ഉണ്ട് കേട്ടോ. കണ്ടോ ഇത് കണ്ടോ, ഒരു മതിലിൽ ഇങ്ങനെ കിടക്കാണ് പാമ്പ് പോലെ.
വാഴക്കൊലയാണ് കേട്ടോ. ഇതൊക്കെ ചെറുതാണ്, പക്ഷേ ഇതും വലുതാവും. ഇത് കഴിക്കില്ല കേട്ടോ, കഴിക്കില്ല എന്നാണ് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് വേറെ അധികം ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതിയാൽ മതി. ഇത് ഇതിന് ഏറ്റവും വലിയ കൊല, ഉണങ്ങിയ കൊല അവിടെ കണ്ടതും ഇതേ സൈസിനുള്ളൂ. വാഴക്കൊക്കെ ഇതേ വലിപ്പമുള്ളൂ. അപ്പോൾ ഇതിനൊന്നും കഴിക്കാനൊന്നും കിട്ടില്ല. അപ്പോൾ ഇത് കഴിക്കുന്ന സംഭവമല്ല, ഒരു അലങ്കാരത്തിനൊക്കെ വേണ്ടിയിട്ട് ആയിരിക്കും ചിലപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടാവുക. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. 100 ബഞ്ച് ബനാന. ഓക്കെ, അപ്പോൾ ഇതാണ് ഗോൾഡൻ ബുദ്ധ. അപ്പോൾ നമ്മുടെ ഗസ്റ്റുകളൊക്കെ അവിടെ നിന്ന് ഇറങ്ങി പോയിട്ടോ. ഞാൻ ലേറ്റ് ആവുന്നില്ല. നമുക്കെന്തായാലും ബസ്സിലേക്ക് പോകാം. ഈ പാക്കേജിൽ അവസാനത്തെ ദിവസം ഇന്ന് എന്താണ് ബാക്കിയുള്ളത് നമുക്കൊന്ന് അറിയണം. അതിന് ശേഷം നാളെ മുതൽ നമ്മൾ തായ്ലൻഡിൻ്റെ നമ്മൾ ഇതുവരെ കാണാത്ത എന്തെങ്കിലും കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നു. മോളിൽ പോയിട്ട് എന്താ കണ്ടേ? ഗോൾഡൻ ബുദ്ധ. അത് കംപ്ലീറ്റ് സ്വർണ്ണമാണ് അത്ര. ആ, ഇത് നമ്മളെ പാക്കേജിൽ നമ്മളെ കൂടെ ഉള്ള ചേട്ടനാട്ടോ. പറയും, പരിചയപ്പെടുത്തു. പേര് സന്തോഷ്. ഞാൻ മാവേലിക്കരയാണ് വീട്. കൊല്ലം മെഡിസിറ്റിയിൽ വർക്ക് ചെയ്യും. മെഡിസിറ്റി. ആ, ഓക്കെ ഓക്കെ ഓക്കെ. എന്തായിട്ട് വർക്ക് ചെയ്യുന്നു? ഞാൻ അവിടെ ബ്ലഡ് ബാങ്ക് ഇൻചാർജ്. ആ, ഓക്കെ ഓക്കെ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ടൂറ്? അടിപൊളി ടൂർ. സൂപ്പർ ആയിരുന്നു അല്ലേ? അതിനുശേഷം നമ്മൾ ഇവിടുത്തെ ഒരു പ്രശസ്തമായിട്ടുള്ള ചൈന ടൗണൊക്കെ പാസ് ചെയ്തിട്ട് മറ്റൊരു സ്പോട്ട് കാണാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് ബസ്സിൽ വെച്ചിട്ടാണ് നമ്മുടെ കൂടെയുള്ള ഒരു ഗസ്റ്റിൻ്റെ ഫോണ് അവിടെ ഗോൾഡൻ ബുദ്ധ ടെമ്പിളിൻ്റെ മുകളിൽ അവിടെ മറന്നു വെച്ചു എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ 2-3 പേര് അവിടെ ഇറങ്ങിയിട്ട് ഈ ബാങ്കോക്കിൽ കാണുന്ന ഒരു പ്രത്യേക തരം തുക് തുക് എന്ന് പറയുന്ന വണ്ടി എടുത്തിട്ട് നേരെ വീണ്ടും ഗോൾഡൻ ബുദ്ധ ടെമ്പിളിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ടോ. അവൾ ഷൂ ഇടാൻ വേണ്ടിയിട്ട് ഫോൺ ജസ്റ്റ് താഴെ വെച്ചാണ് പിന്നെ എടുക്കാൻ മറന്നിട്ട് ഇങ്ങോട്ട് പോന്നു. എന്തായാലും നമുക്ക് അതിൻ്റെ മുകളിലൊന്ന് പോയി നോക്കാം. അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു. അല്ലേ, ഫോണാണല്ലേ? ഫോട്ടോ എടുക്കാൻ ഇത് കൊണ്ടുപോയി വേറെ ആരും പോയി ചോദിച്ചാലോ? ഫോട്ടോ എടുത്തു. താങ്ക് യു. ഷോപ്പിങ്ങിനൊരു 2-3 മണിക്കൂർ ഈ പാക്കേജിൽ അവസാനത്തെ ദിവസം ഉൾപ്പെടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഒരുവിധം എല്ലാവരും വന്നു. കുറച്ച് പേര് കൂടി വരാനുണ്ട്. ഞാൻ പോട്ടെ. ട്രിപ്പ് സൂപ്പറായിരുന്നല്ലേ? അപ്പം ഇനി കാണാം, പിന്നെ എപ്പോഴും കാണാം. നമ്മുടെ പൈ ഇപ്പോൾ കാണാം. ഓക്കെ, ഞാൻ എല്ലാവരും ഒന്ന് കണ്ടിട്ട് യാത്ര പറയാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വീണ്ടും കാണാം. നമ്മൾ പിന്നെ അയലോകത്താണല്ലോ അല്ലേ? എൻ്റെ വണ്ടൂരല്ലേ അല്ലേ? ഓക്കെ, അപ്പോൾ പിന്നെ കാണാം. ഞാൻ ഇവിടെ ഇറങ്ങും. ശരി അപ്പോൾ. ഓക്കെ 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 ഓക്കെ. സുഖല്ലേ? ഞാൻ ഇറങ്ങുവാണ്. നമ്മളിനി പിന്നെ പേരും കാണാം. എന്നും കാണല്ലോ. സ്ഥലം കാര്യം പറഞ്ഞു. ഞാൻ ചോദിച്ചേ തൊടുപുഴ അല്ലേ? ആ, ഓക്കെ. തൊടുപുഴയൊക്കെ ഞാൻ വരും. എപ്പോഴും കാണാൻ സന്തോഷം. അപ്പോൾ നമ്മൾ പിന്നെ യാത്ര എന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ നാട്ടുകാരാണ്. എപ്പോഴും കാണാം. ഞാൻ ഇവിടെ ഇറങ്ങാം. ശരിക്കാം. അങ്ങനെ സന്തോഷം. നാട്ടിൽ വന്നിട്ട് വിളിക്കും. എല്ലാവരുടെയും കൂടെ അടിപൊളിയായിരുന്നു. സന്തോഷമായി. പരിപാടി അടിപൊളിയാണ്. താങ്ക് യു. നല്ല ട്രിപ്പ് എന്നെയും കൂടി കിട്ടിയപ്പോൾ കുറച്ചും കൂടി സന്തോഷം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. വിടുണ്ടോ? ആ, തീർച്ചയായിട്ടും വരും. കാണാം. പിന്നെ നാട്ടിൽ വന്നിട്ട് ഒരു മിനിറ്റ് ഞാൻ ഇറങ്ങാം. നാട്ടിൽ വന്നിട്ട് എന്തായാലും തീർച്ചയായിട്ടും കാണാം. കാണാം. സന്തോഷം. വീണ്ടും കാണാം. ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. അപ്പം അങ്ങനെ സന്തോഷം. എല്ലാവരുടെയും കൂടെ യാത്ര ചെയ്യാൻ പറ്റിയത് സന്തോഷം. വളരെ സന്തോഷം. ഞങ്ങൾക്ക് അതെ പോവാണ്. അപ്പോൾ ഇവിടുന്ന് മാറാം. ഞാൻ ഇവിടെ ഇറങ്ങുകയാണ്. ഞാൻ വെറുതെ എയർപോർട്ടിൽ വന്നിട്ട് പിന്നെ തിരിച്ചു പോകട്ടെ. എന്തെങ്കിലും അടുത്ത പരിപാടി അതൊക്കെ ആലോചിക്കുന്നേ ഉള്ളൂ. ഓക്കെ, സന്തോഷം. ഓക്കെ, ശരി. അപ്പോൾ പോയിക്കോട്ടെ. ഞാൻ അങ്ങോട്ടില്ല, എയർപോർട്ടിലേക്ക്. തീരുമാനിച്ചില്ല. ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മുടെ കൂടെ എല്ലായിടത്തും പോകുന്നതിനും പറഞ്ഞു തന്നതിനും എടുക്കുന്നതിനും എല്ലാത്തിനും വളരെ സന്തോഷം. ട്രാവൽ ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കാണാം. ഒന്നുകൂടെ പല പ്രാവശ്യം കാണാം. അപ്പൊ കാണാം. ഇന്നത്തെ ട്രിപ്പ് നമുക്ക് അടിച്ചു പൊളിക്കണം. പറയും. എങ്ങനെ ഇന്നത്തെ ട്രിപ്പ് നമുക്ക് തീർച്ചയായിട്ടും അടിപൊളിയാക്കണം പറയാം. ഇനിയും പോവാം. നിങ്ങളെ വ്ളോഗൊക്കെ ചെയ്തിട്ട് ഇന്റർനാഷണലൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കാണട്ടല്ലോ. തീർച്ചയായിട്ടും കാണാം. അടുത്ത പോക്ക് എവിടെക്കാം? മലേഷ്യ, ഫുക്കറ്റ്. കുറച്ച് പ്ലാനുകളുണ്ട്. തുർക്കി പോകാൻ പ്ലാനുണ്ട്.
കൺഫേം ആയിട്ടില്ല. ഞാൻ എന്തായാലും കുറച്ച് ദിവസം വേണമല്ലോ. നാട്ടിക്കില്ല, നാട്ടിൽ പിന്നെയും വരാം. കൂടിക്കോട്ടെ. ആയിക്കോട്ടെ. അപ്പൊ കാണാം. നമ്മൾ വിളിച്ചാണ് മോസ്കോയിലും. എത്ര കാലം മോസ്കോയിൽ ഉണ്ടാവും? അപ്പൊ എന്തായാലും കാണാം. ഞാൻ വരുന്നുണ്ടാവും. ആയിക്കോട്ടെ. ഇറങ്ങട്ടെ കേട്ടോ. അതേ ടാറ്റ ബൈ ബൈ. ഇനി പോരില്ല, ഞാനല്ല, ഞാൻ എയർപോർട്ടിലേക്കില്ല. എനിക്ക് ഇങ്ങനെ പോകുന്നത് കണ്ട് പ്രാണിയില്ല. ഞാൻ എയർപോർട്ടിലേക്ക് വരാൻ വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ 1 മണിക്കൂർ പിന്നെ ഇങ്ങോട്ട് വരണം. എനിക്ക് സ്റ്റേ ഒന്നും ശരിയായിട്ടില്ല. അപ്പൊ അത് നോക്കണം. അതൊന്നും അറിയില്ല. ലിങ്ക് അതിനകത്തിട്ടില്ല. ആയിഷ അതാ വിട്ടോളൂ. ആയിക്കോട്ടെ. ഞാൻ അങ്ങനെ എനിക്കങ്ങനെ പോരാൻ പറ്റുമോ? എനിക്ക് കുറെ ഉത്തരവാദിത്തങ്ങളൊക്കെ അല്ലേ. തീർച്ചയായിട്ടും. പോട്ടെന്നാ. എല്ലാ ആശംസകളും. താങ്ക് യു. ലിങ്ക് ഇട്ടാ തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. ആയിഷയോട് പറയാം. പോയിക്കോട്ടെ. വീണ്ടും കാണാം. ഇറങ്ങട്ടെ. അപ്പോ ഒരുപാട് സന്തോഷം. യാത്ര ചെയ്യാൻ പറ്റിയതിൽ. തീർച്ചയായിട്ടും. ശരി. നിങ്ങൾ ആ ഗ്രൂപ്പിൽ പെട്ടതാണ്. എന്നാലും നമുക്ക് ഇനിയും കാണാം. തീർച്ചയായിട്ടും. നമ്മളെ അയൽവക്കാരാണ്. ഒന്ന് കൂക്കിയൊക്കെ കേൾക്കുന്ന സ്ഥലമാണ് അല്ലേ? അല്ല, ഞങ്ങൾ ജില്ല വേറെ ആണെങ്കിലും കുറച്ച് ദൂരമുള്ളൂ. മൊത്തത്തില് എല്ലാരും കൂടി ചോദിക്കട്ടെ. എല്ലാരും കൂടി പൊതുവായിട്ട് അഭിപ്രായം പറയും. ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാ? സൂപ്പർ അല്ലേ? എന്താണ് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്? ഇനിയും വരാൻ തോന്നുന്നു ഞങ്ങൾക്ക്. ആണോ? അടിപൊളി. ഇനി ഞങ്ങൾ ഫൈനാൻസ് ഉണ്ടാക്കും. ഇനി വീണ്ടും ഒരു നെക്സ്റ്റ് കൺട്രി. തീർച്ചയായിട്ടും. അതല്ലേ ഫോണിലാണ്. സൂപ്പർ ആണല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാ എല്ലാവരും ബൈ. എല്ലാവരും കാണാം. ഓക്കെ ബൈ. ഒരാളെ മറന്നു. മിസ്റ്റർ വാട്ട്? Yes. Bye bye. I'm leaving. Thank you. See you next time. See you later. ആദ്യം ഞാൻ എയർപോർട്ടിൽ പോകാമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ വെറുതെ എയർപോർട്ടിൽ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ. അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു കേട്ടോ. എന്ത് തിരക്കാ? പോയിക്കോട്ടെ. എന്താണ് അവസാന നിമിഷം ഭയങ്കര ബിസി ഫോണിൽ? അല്ല, അത് കുറച്ച് ആൾക്കാർ ലഗേജ് ഒക്കെ അധികം വാങ്ങിയത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അങ്ങോട്ട്. ഓക്കെ 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 ഓക്കെ. ട്രിപ്പ് അടിപൊളിയായി. താങ്ക്സ്. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഞാനും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ട് ചെല്ല്. കാണാം. ഓക്കെ. ബൈ. നിങ്ങൾക്ക് എടുക്കാം. ബൈ. ബൈ. അങ്ങനെ അവര് പോയിട്ടോ. ഇനി എന്ത് ചെയ്യും എനിക്കൊരു ഐഡിയ ഇല്ല. ചില സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞാൻ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട്. വളരെ റെയറായിട്ടോ. ഏതെങ്കിലും ഏരിയനെ കുറിച്ചിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുകയൊക്കെ ചെയ്യും. വളരെ അപൂർവമായിട്ടുള്ളൂ. ഇത് അതുപോലും ചെയ്തിട്ടില്ല. പിന്നെ പാക്കേജിൽ നമ്മളൊന്നും അറിയണ്ടല്ലോ. എനിക്ക് വീഡിയോ എടുക്കുന്ന കാര്യത്തിലും കണ്ടന്റിൻ്റെ കാര്യത്തിലും വലിയ തൃപ്തി ഇല്ല എന്നുള്ളൂ. പക്ഷേ കംഫർട്ടാണ്. നമുക്കൊന്നും അറിയണ്ട. രാവിലെ എണീക്കുന്നു, ടൈമിന് എണീറ്റ് റെഡിയായാൽ മതി. ബാക്കിയൊക്കെ ഫുഡ് ഓൾറെഡി ബുക്ക്ഡാണ്, റൂം ബുക്ക്ഡാണ്, ട്രാൻസ്പോർട്ടേഷൻ ബുക്ക്ഡാണ്, എവറി എൻട്രി ടിക്കറ്റ്സ് ബുക്ക്ഡാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇനിയിപ്പോൾ ഇന്ന് രാത്രി നിൽക്കാൻ എനിക്ക് റൂമില്ല. ഞാൻ അതിനെക്കുറിച്ചിട്ടൊക്കെ ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടൊക്കെ അവസ്ഥയാണ്. പക്ഷേ ഇനി അങ്ങോട്ടാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ഉള്ള പരിപാടി. അതാണ് പിന്നെ ഒരു സന്തോഷം. എന്തായാലും ഞാൻ റൂം ആദ്യം നോക്കട്ടെ. അങ്ങനെ booking.com സെർച്ച് ചെയ്തിട്ട് വാടക കുറവുള്ളൊരു റൂം ബുക്ക് ചെയ്തിട്ടോ. എന്നിട്ട് നമ്മുടെ ഗ്രാബിൽ ഒരു ബൈക്ക് ടാക്സി ബുക്ക് ചെയ്തിട്ട് ആ ബൈക്ക് ടാക്സിയിൽ ഞാൻ അങ്ങോട്ട് പുറപ്പെട്ടു. ഗ്രാബിൽ എപ്പോഴും നമ്മൾ ഒറ്റക്കാണെങ്കിൽ മഴയില്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ബൈക്കാണ് കേട്ടോ. കാറിനേക്കാളൊക്കെ എപ്പോഴും ബൈക്ക് എടുക്കുന്നതാണ് നല്ലത്. കാരണം ഒരു ട്രാഫിക് ബ്ലോക്കും നമ്മളെ ബാധിക്കില്ല. എങ്ങനെയെങ്കിലുമൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി കുത്തി തിരികെ അവന്മാർ നമ്മളെ ഏറ്റവും വേഗത്തിൽ നമ്മളെ ലക്ഷ്യത്തിൽ എത്തിച്ചിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഒറ്റയ്ക്കാണെങ്കിൽ മഴയില്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ വലിയ ലഗേജൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് കാറിനേക്കാളൊക്കെ ഗ്രാബിൻ്റെ ബൈക്കാണ് കേട്ടോ. അതിനകത്ത് വളരെ ചാർജും കുറവായിരിക്കും. അങ്ങനെ റൂമിലെത്തിട്ടോ. ഇനിയിപ്പോൾ നാളെ മുതൽ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കണം. ചെറുതായിട്ടൊന്ന് പ്ലാൻ ചെയ്യണം. അപ്പോൾ എന്തായാലും തായ്ലാൻഡിൽ നമ്മളിനി ഒറ്റയ്ക്ക് ബാക്ക് പാക്കിംഗ് എക്സ്പീരിയൻസിൻ്റെ വീഡിയോകളിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.